മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ. ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മലപ്പുറം. കരുളായി വനത്തിനുള്ളിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് ആശ്വാസവാക്കുകളുമായി പ്രിയങ്ക ഗാന്ധി എം പി എത്തി. കരുളായി ചെറുപുഴ വനം ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പൂച്ചപ്പാറ മണിയുടെ കുടുംബത്തെയും ഉൾവനത്തിൽ ഉച്ചക്കുളം നഗറിൽ താമസിക്കുന്ന സരോജിനിയുടെ കുടുംബത്തെയുമാണ് പ്രിയങ്ക ഗാന്ധി എത്തി സന്ദർശിച്ചത്. ജനുവരി 5 രാത്രിയാണ് കുട്ടികളെ സ്കൂൾ ഹോസ്റ്റലിലാക്കി അളയിലേക്ക് മടങ്ങും വഴി കണ്ണിക്കയിൽ വെച്ചാണ് പൂച്ചപ്പാറ മണിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടാവുന്നത്. ആശുപത്രിയിലേക്ക് പോവും വഴിയാണ് മണി മരണപ്പെടുന്നത്. കാലികളെ മേയ്ക്കാൻ പോയ ഉച്ചക്കുളം നഗറിലെ കരിയന്റെ ഭാര്യ തരിപ്പപ്പൊട്ടി സരോജിനിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടാവുന്നത് ജനുവരി 15-നാണ്. ഉടനെ മരണം സംഭവിക്കുകയും ചെയ്തു. കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരേ സ്ഥലത്ത് അടിക്കടിയുണ്ടായ മരണങ്ങൾ കടുത്ത പ്രതിഷേധത്തിനാണ് വഴിവെച്ചത്. മണിയുടെ മരണവിവരം അറിഞ്ഞ അന്ന് തന്നെ ഇവരുടെ കുടുംബത്തെ കാണണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. 12:30 ഉച്ചക്കുളം നഗറിലെത്തിയ പ്രിയങ്ക സരോജിനിയുടെ ഭർത്താവ് കരിയൻ, മക്കളായ സനു, സരിത, സവിത ഉൾപ്പെടെയുള്ള ബന്ധുക്കളുമായി സംസാരിക്കുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. മകൻ സനുവിന് സ്ഥിരം സർക്കാർ ജോലി വേണമെന്നും വന്യമൃഗഭീതി കൂടാതെ ജീവിക്കാനുള്ള സൌകര്യങ്ങൾ ഒരുക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ കുടുംബാംഗങ്ങൾ ഉന്നയിച്ചു. 1:30 ചെറുപുഴ വനം ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ചോലനായ്ക്ക വിഭാഗക്കാരായ മണിയുടെ കുടുംബത്തെ കാണാൻ പ്രിയങ്ക എത്തിയത്. മണിയുടെ ഭാര്യ മാതി, ഭിന്നശേഷിക്കാരിയായ മകൾ മീനാക്ഷി, മനു, മാധുരി, മണിയുടെ സഹോദരൻ അയ്യപ്പൻ, മാധിയുടെ സഹോദരൻ വിജേഷ് എന്നിവരുമായി സംസാരിക്കുകയും ഇവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. നാട്ടിൽ വീടും സ്ഥലവും വേണമെന്ന ആവശ്യം എം പിക്ക് മുന്നിൽ അവതരിപ്പിച്ചെന്നും പരിഹാരം കാണുമെന്ന് എം പി പറഞ്ഞെന്നും അയ്യപ്പൻ പറഞ്ഞു. എ പി അനിൽകുമാർ MLA, DFO G ധനിക്ലാൽ, KPCC ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൌക്കത്ത്, ആലിപ്പറ്റ ജമീല, DCC പ്രസിഡന്റ് VS ജോയ്, മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ, കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, VP ജലീൽ, T സുരേഷ് ബാബു, കക്കോടൻ അബ്ദുൽ നാസർ, ജസ്മിൽ പുതിയറ തുടങ്ങിയ UDF നേതാക്കളും പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവരും മൂത്തേടം, കരുളായി പഞ്ചായത്തുകളിലായി നടന്ന സന്ദർശനത്തിൽ എം പിക്കൊപ്പമുണ്ടായിരുന്നു. And the local people don't have faith in it because they feel that it will not be maintained. Even if it's repaired and done, it will not be maintained. So I have discussed alternatives with them and suggested some things. Let us see, we will all work on it together. It's very important for people here to feel safe and to have the basic facilities. ന്യൂസ് ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.